Once again, welcome back to feedback system. So നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിനെ കുറിച്ചാണ്. സോ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിൻ്റെ ബേസിക്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. എന്തിനാണ് ഫീഡ്ബാക്ക് സിസ്റ്റം യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ലൈക്ക് ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഫീഡ്ബാക്ക് കൊടുത്താൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കുള്ളതെന്നും, different types of feedback systems like positive and negative feedback ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, നൗ എങ്ങനെയാണ് ഫീഡ്ബാക്ക് വർക്ക് ചെയ്യുന്നത്? സോ വി ആർ ഗോയിങ് ടു ദി ടെക്നിക്കാലിറ്റി ഓഫ് ദി തിങ്സ്. ഓക്കെ, നമ്മൾ കൂടുതൽ ടെക്നിക്കാലിറ്റിയിലേക്ക് ഇറങ്ങി പോവാണ്. സോ എങ്ങനെയാണ് ഈ ഫീഡ്ബാക്ക് സിസ്റ്റം വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫൈൻ. സോ നമ്മൾ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അതിൽ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്കിന് ഇൻ ഫേസ് ഫീഡ്ബാക്ക് ആണ്, അത് റീജനറേറ്റീവ് ഫീഡ്ബാക്ക് ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ഇറ്റ്സ് ഔട്ട് ഓഫ് ഫേസ് ഫീഡ്ബാക്ക്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഗെയിന് കുറവായിരിക്കും, പക്ഷേ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. പോസിറ്റീവ് ഫീഡ്ബാക്കിന് ഗെയിന് കൂടുതലായിരിക്കും, ബട്ട് സ്റ്റെബിലിറ്റി ഈസ് വെരി വെരി ലെസ്. സോ ഇതാണ് ബേസിക്കലി ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിൻ്റെ ഒരു നേച്ചർ. ഇനി ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഓഫ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്, അതാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. തുടങ്ങാം. ഓക്കെ, സോ പ്രിൻസിപ്പിൾ ഓഫ് ഫീഡ്ബാക്ക് സിസ്റ്റം. ഓക്കെ, നോർമലി ഒരു ആംപ്ലിഫയർ നമ്മൾ കൺസിഡർ ചെയ്താൽ, ലെറ്റ്സ് ഡ്രോ എ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എൻ ആംപ്ലിഫയർ. ഒരു ആംപ്ലിഫയറിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ്സ് നത്തിങ് ബട്ട് ദിസ് ഈസ് എൻ ആംപ്ലിഫയർ സിസ്റ്റം. സോ ആൻഡ് this is V out and this is V in, right? And the gain of this amplifier, ഈ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ നമുക്ക് AV എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി എന്തായിരിക്കും AV? AV is nothing but എന്താ ഗെയിൻ? എന്താ വാട്ട് ഇസ് ഗെയിൻ? ഗെയിൻ ഈസ് നത്തിങ് ബട്ട് V0 ബൈ V in, അതായത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിയതാണ്. അതായത് ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ എത്രമാത്രം ഔട്ട്പുട്ട് നിങ്ങൾ തരുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ഇൻപുട്ട്. ഈ ഗെയിൻ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഈ ഒരു ടേം V in എന്ന് പറഞ്ഞ ടേം കൂടുകയാണെങ്കിൽ, V0നെക്കാളും കൂടുകയാണെങ്കിൽ ഗെയിൻ ഓട്ടോമാറ്റിക്കലി താഴേക്ക് വരും. നല്ല റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഗെയിൻ കൂടുതലാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻപുട്ട് കൂടുതലാണ്, പക്ഷേ നിങ്ങൾ ഔട്ട്പുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിൽ യു ക്യാൻ അസ്യൂം ദാറ്റ് യുവർ ഗെയിൻ ഈസ് വെരി ലെസ്. വൺസ് ഗെയിൻ ഈസ് ലെസ് ഇറ്റ് വിൽ എഫക്റ്റ് യുവർ എഫിഷ്യൻസി. ഇതൊക്കെ എല്ലാ മനുഷ്യൻ്റെ കാര്യത്തിലും ബാധകമാണ്. യുനോ ഇത്തരം ടേമുകൾ എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഹ്യൂമൻ ലൈഫ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ ഇമാജിൻ AV എന്ന് പറയുന്നതാണ് ഫീഡ്ബാക്ക് ഇല്ലാത്ത ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ. ഓക്കെ, നൗ യു ഇൻട്രൊഡ്യൂസ് എ ഫീഡ്ബാക്ക് സിസ്റ്റം ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദി ബീറ്റ. ഓക്കെ, യു കോൾ ദാറ്റ് ഫീഡ്ബാക്ക് സിസ്റ്റംസ് ഫാക്ടർ. എത്രത്തോളം ഫീഡ്ബാക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ബീറ്റ എന്ന ടേം ഉപയോഗിച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ദിസ് ബീറ്റ ഈസ് നോട്ട് ദി സ്മോൾ സിഗ്നൽ ഗെയിൻ ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ബീറ്റ, അല്ലേ? IC ബൈ IB ആ സാധനം അല്ല ഈ ബീറ്റ. ഓക്കെ, രണ്ട് ബീറ്റയും വ്യത്യാസമുണ്ട്. ഒന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ദിസ് ബീറ്റ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ബീറ്റ, റൈറ്റ്? സോ ഈ ബീറ്റ എന്ന് പറയുന്നത് ദിസ് ഈസ് നത്തിങ് ബട്ട് ഫീഡ്ബാക്ക് ഫാക്ടർ ആണ്. ദിസ് ബീറ്റ ഇസ് നോൺ ആസ് ഫീഡ്ബാക്ക് ഫാക്ടർ. ഓക്കെ, ഇനി ഈ ഫീഡ്ബാക്കിന്, സോ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്നാണ് നമ്മൾ പറയാം. ബിക്കോസ് ദ ലൂപ്പ് ഈസ് ഓപ്പൺ. എപ്പോഴാണ് ക്ലോസ്ഡ് ആവുക? നമ്മൾ ഈ പറയുന്ന ഫീഡ്ബാക്ക് എലമെൻറ്റ് ബീറ്റയും കൂടി ചേർത്താൽ മാത്രമേ അത് എന്താ പറയുക, ക്ലോസ്ഡ് ലൂപ്പ് ആവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അത് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ അത് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണ്. ഇനി ഇതിനെ ക്ലോസ് ലൂപ്പ് ആക്കി നമ്മൾ മാറ്റുകയാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ബിക്കംസ്. സോ ബീറ്റ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫാക്ടർ ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ഹൗ ക്യാൻ വി മേക്ക് ദിസ് ഇൻ ടു എ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം? സോ ദിസ് ഈസ് ബീറ്റ. സോ യു ടേക്ക്, ഞാൻ പറഞ്ഞു ഗെയിൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് യു ടേക്ക് എ പോർഷൻ ഓഫ് ഔട്ട്പുട്ട്, give it to the feedback system and then feed it to the
input. Okay, feed it to the input. Okay, കുറച്ചൊന്ന് പുറത്തേക്ക് വരയ്ക്കാം. So V in and you feed it to the input system. Okay, so this is the, now you call this is a feedback system. Okay, ഇതിന് total closed loop feedback system എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. Right, so amplifier മാത്രം ഉണ്ടെങ്കിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഫീഡ്ബാക്ക് ഫാക്ടറും കൂടി ചേർക്കുകയാണെങ്കിൽ യു കോൾ ദിസ് ആസ് എ ഫീഡ്ബാക്ക് സിസ്റ്റം ഇൻ ടോട്ടൽ. ഇനി എ വി എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണെങ്കിൽ എ പ്രൈം വി എന്ന് പറയുന്നത്, ഇവിടെ എഴുതാം, എ പ്രൈം വി എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ. ഈ ഗെയിനിലേക്ക് നമുക്ക് ഡിറൈവ് ചെയ്ത് വരാം. ക്ലിയർ? സോ ഇതാണ് ഒരു ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ. റൈറ്റ്, നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് ഇൻപുട്ടിലേക്ക് ഇട്ടു. ക്ലിയർ? ഇനി ഇനി ഇങ്ങനെ ആവുമ്പോൾ ഈ V0 എന്നുള്ളത് V പ്രൈം 0 എന്നാവും. ഞാനൊന്ന് ഇതൊന്ന് മാറ്റി വരയ്ക്കുകയാണേ. സോ ഐ വിൽ ഡ്രോ ഇറ്റ് ഹിയർ. സോ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഞാനിവിടെ വരയ്ക്കുകയാണ്. സോ ദിസ് ഈസ് V in ആൻഡ് ദിസ് ഈസ് V0. ഓക്കെ, ഇതാണ് സാധനം. ഇത് ഓപ്പൺ ലൂപ്പിൻ്റെ കേസിൽ. ക്ലോസ്ഡ് ലൂപ്പ് ആയി കഴിഞ്ഞാൽ V0 എന്ന് പറയുന്നത് V പ്രൈം 0 ആയി മാറും. കൺഫ്യൂസ്ഡ് ആവണ്ട. ഓപ്പൺ ലൂപ്പ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് V0 ആൻഡ് ക്ലോസ്ഡ് ലൂപ്പ് വിത്ത് ഫീഡ്ബാക്ക് ഫാക്ടർ വി റെപ്രസെൻറ്റ് ഇറ്റ് ആസ് V പ്രൈം 0. ക്ലിയർ? സോ നമ്മൾ V പ്രൈം 0 എന്ന് പറഞ്ഞിട്ടാണ് ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് A പ്രൈം V ആണ്. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഓക്കെ, സോ A prime V is the closed loop gain of the feedback amplifier. So you call this as a feedback amplifier system. ഇനി അങ്ങനെയാണെങ്കിൽ therefore ഇൻപുട്ട് എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? വാട്ട് ഈസ് ഇൻപുട്ട്? ഇൻപുട്ട് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് V in plus or minus beta V0 dash V0 prime. നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തൂടെ? ഇൻപുട്ട് എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് യു റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് V in പ്ലസ് ഓർ മൈനസ് ബീറ്റ ഇൻറ്റു V പ്രൈം 0. കാരണം V പ്രൈം 0വും ബീറ്റാവും ചേർന്നതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓക്കെ, കാരണം V0 ഡാഷ് അല്ലെങ്കിൽ V0 പ്രൈം എന്ന് പറഞ്ഞ സാധനത്തിനെ എടുത്ത് ബീറ്റേൻ്റെ കൂടെ, അതായത് ആ ഒരു ഫീഡ്ബാക്ക് എലമെൻറ്റിൻ്റെ ഫാക്ടറായ ബീറ്റേൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരുമിച്ച് കിട്ടുന്ന സാധനത്തിന് എടുത്തിട്ട് നമ്മൾ V ഇന്നിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൈനസ് ചെയ്യുക ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദീസ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ മൈനസ് ചെയ്യുക? ഞാൻ ഇവിടെ പ്ലസ് ഓർ മൈനസ് ഇട്ടിരുന്നു. എന്താ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നത്തിങ് ബട്ട് ദിസ് ഈസ് ഇൻഡിക്കേറ്റ്സ് ഇൻ ഫേസ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ്, ഈ ഫീഡ്ബാക്ക് നെഗറ്റീവ് ആണെങ്കിൽ ഔട്ട് ഓഫ് ഫേസ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ വി യൂസ് ദിസ് വിൽ ബി മൈനസ് ആൻഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ദിസ് വിൽ ബി പ്ലസ്. ക്ലിയർ? ഒന്നുകൂടി പറയാം. ഇൻപുട്ട് എന്ന് പറഞ്ഞ എലമെൻറ്റിൽ ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ ഇതായിരിക്കും ഉണ്ടാവുക. എന്താ ഉണ്ടാവുക? V in നോർമൽ ഇൻപുട്ട് പ്ലസ് ഓർ മൈനസ് ബീറ്റ ഇൻറ്റു V പ്രൈം 0. ബീറ്റ ഇൻറ്റു V പ്രൈം 0. സോ ബീറ്റ ഇൻറ്റു V പ്രൈം 0 എന്ന് പറഞ്ഞ സാധനം ഇൻപുട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുക. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഇതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക്, ഇതാണ് ഫീഡ്ബാക്ക് ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യം. ഓക്കെ, ഇനി ഇങ്ങനെയൊരു സാധനം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ആൻഡ് ദിസ് പ്ലസ് ഇത് V in പ്ലസ് ബീറ്റ V പ്രൈം 0 ആണെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, ആൻഡ് V in മൈനസ് ബീറ്റ V0 പ്രൈം ആണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. റൈറ്റ്? സോ ഇത്രയും കാര്യങ്ങൾ റെഡിയായി. ഇനി നമ്മൾ അങ്ങനെയാണെങ്കിൽ V0 പ്രൈം നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സോ ഈ സാധനത്തിന് നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ V0 പ്രൈം ഈസ് നത്തിങ് ബട്ട് AV ഇൻറ്റു V in പ്ലസ് ഓർ മൈനസ് ബീറ്റ V0 പ്രൈം. ഇങ്ങനെ എഴുതിക്കൂടെ? V0 പ്രൈമിനെ, അതായത് പുതിയ V0 പ്രൈം അല്ലെങ്കിൽ ഈ ഒരു ഫീഡ്ബാക്ക് എലമെൻറ്റും കൂടി ഈ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റവും കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള V0 പ്രൈമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു സാധനത്തിൽ
ഒരു V0 പ്രൈം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, അത് ഫീഡ്ബാക്കാണ്. V0 പ്രൈം ഈസ് ഗെറ്റിംഗ് ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട്, റൈറ്റ്? സോ അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷനിൽ ഇവിടെ ഒരു V0 പ്രൈം വന്നത്. ചുരുക്കി പറഞ്ഞാൽ AV എന്ന് വെച്ചാൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ, ഇതിൻ്റെ മാത്രം ഉള്ള ഗെയിൻ AV ഇൻറ്റു വി ഇൻ പ്ലസ് ഓർ മൈനസ് ബീറ്റ ഇൻറ്റു V0 പ്രൈം. ക്ലിയർ ആയോ? അതായത് V0 ഈ ഒരു ടേം എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഇൻപുട്ടിൽ വരുന്നത്. അപ്പോൾ ഓക്കെ, എന്താ AV, എന്താ ഗെയിനാണ്. ഓക്കെ, AV എന്നുള്ള ഗെയിൻ, ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണെന്ന് നമ്മൾ പറയുന്നത്. ഗെയിൻ എന്താ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇനി ഇതിനെ നേരം തിരിച്ചു കൊണ്ടുവന്ന് നോക്കിയാൽ AV ഈക്വൽ ടു V0 പ്രൈം ഡിവൈഡഡ് ബൈ വി ഇൻ പ്ലസ് ഓർ മൈനസ് ബി. ഈ സാധനം ഇൻപുട്ടാണല്ലോ. ഇപ്പോൾ ഇതാ ഇൻപുട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. സോ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ് എന്ത്, ഗെയിൻ. ക്ലിയർ? ഇപ്പോഴത്തെ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്ന സാധനം വി ഇൻ പ്ലസ് ഓർ മൈനസ് ബീറ്റ V0 V പ്രൈം 0. സോ ഈ സാധനത്തിന് ഇങ്ങോട്ട് വന്നാൽ യു വിൽ ഗെറ്റ് AV. സിമ്പിൾ റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഈ സാധനത്തിന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് AV പ്രൈം, ഓക്കെ, ഈസ് ഈക്വൽ ടു AV ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു AV. ഇതാണ് എന്ത്, പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞ സാധനം. പോസിറ്റീവ് ഫീഡ്ബാക്ക്, അതായത് ഈ സാധനത്തിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ്. ഓക്കെ, നമ്മൾ ഡെറിവേഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഡിറൈവ് ചെയ്തതിലേക്ക് പോകുന്നില്ല, സിമ്പിൾ മാത്തമാറ്റിക്സ്. സോ A പ്രൈം V എന്ന് പറയുന്ന കംപ്ലീറ്റ് സിസ്റ്റത്തിൻ്റെ ഗെയിൻ, ഞാൻ എന്താ അവിടെ പറഞ്ഞത്, ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ. ഇതിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത് ഞാൻ പറഞ്ഞു. അതിലേക്ക് എത്തുന്നത് ഈ സിമ്പിൾ 2 സ്റ്റെപ്പിലൂടെയാണ്. സോ A പ്രൈം V, ഇത് നിങ്ങൾ ഡിറൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻ യുവർ ഫ്രീ ടൈം യു ക്യാൻ ഡു ദിസ്. സോ A പ്രൈം V എന്ന് പറഞ്ഞ സാധനം, ഓക്കെ, A പ്രൈം V എന്ന് പറഞ്ഞ സാധനം, ഒരു മിനിറ്റ്, ഓക്കെ, A പ്രൈം V എന്ന് പറഞ്ഞ സാധനമാണ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻ്റെ ഗെയിൻ, അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞ സാധനം. സോ ഇപ്പോഴത്തെ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് വി ഇൻ പ്ലസ് ഓർ മൈനസ് ബീറ്റ V പ്രൈം 0 ആണ്. അപ്പോൾ നമ്മൾ ഗെയിൻ എന്ന് പറഞ്ഞ സാധനം ഇവിടെ നമ്മളപ്പോൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, നമ്മുടെ നോർമൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ. ഈ സാധനം ഇൻറ്റു, അതായത് ഈ സാധനം ഇൻറ്റു എന്താണോ ഇൻപുട്ട്, അല്ലേ, ദിസ് ഇൻറ്റു ദിസ് ഗീവ്സ് യു ഔട്ട്പുട്ട്. ഇത് അതായത് ഇൻപുട്ട് ഇൻറ്റു ദ ഗെയിൻ ഓഫ് ദി സിസ്റ്റം അല്ലെങ്കിൽ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ഗീവ്സ് യു ദി ഔട്ട്പുട്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സിമ്പിൾ. ഇനി ഇത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഒന്ന് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് A പ്രൈം V, അതായത് ഔട്ട്പുട്ട് ഗെയിൻ, അല്ലെങ്കിൽ ഗെയിൻ ഓഫ് ദി ഫീഡ്ബാക്ക് ആംപ്ലിഫയർ A പ്രൈം V ആസ് AV ബൈ 1 മൈനസ് ബീറ്റ AV, ആൻഡ് ദിസ് ഈസ് ഫോർ പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, ആൻഡ് AV prime for negative feedback is AV divided by 1 plus beta AV. ഇതാണ് പിന്നെ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്നുള്ള സാധനം. ഓക്കെ, സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സോ വെൻ ഇറ്റ് ഇസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇറ്റ് ഈസ് 1 മൈനസ് ബീറ്റ AV, വെൻ ഇറ്റ്സ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇറ്റ് ഈസ് 1 പ്ലസ് ബീറ്റ AV. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, ബട്ട് യു ഷുഡ് ബെയർ ദിസ് ഇൻ മൈൻഡ്. അതായത് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ഈസ് AV, അതായത് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ AV. ഇനി നെഗറ്റീവ് ഫീഡ്ബാക്കിൽ AV പ്രൈം, അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഗെയിൻ AV പ്രൈം ഈസ് ഈക്വൽ ടു AV ഡിവൈഡഡ് ബൈ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ AV. ക്ലിയർ? 1 പ്ലസ് ബീറ്റ AV. സോ ഇതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. സോ ദിസ് ഈസ് ദ തിങ്. ഓക്കെ, സോ ഇതിൽ പ്രോബ്ലംസ് വന്നേക്കാം. സോ യു വിൽ ഹാവ് ടു ബി തറോ വിത്ത് ദി ഇക്വേഷൻസ്. ഫൈൻ. ഇനി ഇതിൽ തന്നെ ഇനി കുറച്ച് ടേംസ് ആണ്. സോ ബീറ്റ AV ഈസ് നോൺ ആസ് ലൂപ്പ് ഗെയിൻ. ഇതിൽ നമ്മൾ പറയുന്ന സാധനമാണ് ലൂപ്പ് ഗെയിൻ, അല്ലേ? ഈ ലൂപ്പിൽ ഉണ്ടാകുന്ന ഗെയിനാണ് ബീറ്റ AV. ക്ലിയർ? ആൻഡ് 1 മൈനസ് ബീറ്റ AV ഈസ് നോൺ ആസ് ഡി സെൻസിറ്റിവിറ്റി. ഇതിന് നമ്മൾ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഡി സെൻസിറ്റിവിറ്റി, അതായത് ബീറ്റ AV. ഓക്കെ, ഇപ്പം ഇത് വേണ്ടല്ലോ, ഇതൊന്ന് മാറ്റോട്ടെ. ഓക്കെ, സോ
ഒന്നുകൂടി പറയാം. സോ ബീറ്റ എ വി എന്ന് പറയുന്ന സാധനം ഈസ് നോൺ ആസ് ലൂപ്പ് ഗെയിൻ ആൻഡ് 1 മൈനസ് ബീറ്റ എ വി ഈസ് നത്തിങ് ബട്ട് എന്താ ഡീസെൻസിറ്റിവിറ്റി. ക്ലിയർ? സോ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ടേംസൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും കുറച്ച് ജനറൽ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ഓൾസോ നോൺ ആസ് ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ഓൾസോ നോൺ ആസ് ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഗെയിന് കുറവാണെന്ന് പറഞ്ഞു അല്ലേ? സോ ഐ വിൽ പുട്ട് ഇറ്റ് ലൈക്ക് ദിസ്. ഇതിവിടെ നിന്നോട്ടെ. ഓക്കെ. സോ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ negative and positive feedback. So negative feedback, the feedback gain അല്ലെങ്കിൽ the gain of the negative feedback amplifier is nothing but AV divided by 1 plus beta AV, and AV prime is given by AV divided by 1 minus beta AV. Clear? ഇനി ഇതിന് നമ്മൾ പറഞ്ഞു ലൂപ്പ് ഗെയിൻ ആണ്. ഇത് മൊത്തം എടുക്കുകയാണെങ്കിൽ ഡീസെൻസിറ്റിവിറ്റി നമ്മൾ പറഞ്ഞു. സോ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ. ഇനി നെഗറ്റീവ് ഫീഡ്ബാക്ക് എടുക്കുക. ഇറ്റ് ഈസ് നോൺ ആസ് ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്നാണ് പറയുക. നെഗറ്റീവ് ഫീഡ്ബാക്കിന് ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്നാണ് പറയുക. ക്ലിയർ? ഇനി നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ ഗെയിൻ കുറവാണ് ബട്ട് സ്റ്റെബിലിറ്റി കൂടും. നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് എ വി പ്രൈം എന്ന് പറഞ്ഞ സാധനം ഈസ് ലെസ് ദാൻ എ വി. ഇതാണ് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ വേറൊരു ഫാക്റ്റ്. ഇത് എങ്ങനെ ഇതിലേക്ക് വന്നു എന്നുള്ളത് ഇക്വേഷൻ വഴി നമുക്ക് ഡിറൈവ് ചെയ്യുന്ന സാധനമാണ്. നിങ്ങൾക്ക് അത്രയും ഡെപ്തായിട്ട് പോകേണ്ട കാര്യമില്ല. ഇത്രയും മനസ്സിലാക്കുക. അതായത് ഫീഡ്ബാക്ക് ഗെയിൻ, ഓക്കെ, അതായത് ഫീഡ്ബാക്ക് സിസ്റ്റത്തിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് എലമെൻറ്റ് ബീറ്റ, ഈ ഗെയിൻ എന്ന് പറഞ്ഞ സാധനം എ പ്രൈം വി ഈസ് ലെസ് ദാൻ ദി ഓപ്പൺ ലൂപ്പ് ഗെയിൻ. ഓക്കെ, ടോട്ടൽ ഫീഡ്ബാക്ക് ഗെയിൻ ഈസ് ലെസ് ദാൻ ദി ഓപ്പൺ ലൂപ്പ് ഗെയിൻ. ഓക്കെ, ഈ സാധനം ഈസ് ലെസ് ദാൻ ദി ഓപ്പൺ ലൂപ്പ് ഗെയിൻ. ഇതുകൊണ്ട് എന്താ സംഭവിക്കുക? ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ നിങ്ങൾ എത്ര ഫീഡ്ബാക്ക് ഇട്ട് കൊടുത്താലും അത് ഓപ്പൺ ലൂപ്പ് ഗെയിനേക്കാളും കുറവായിരിക്കും. ക്ലിയർ? സോ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം ക്ലോസ്ഡ് ലൂപ്പാണ്. ഇതിലൊരു ബീറ്റ ടേം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലോസ്ഡ് ലൂപ്പ് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ ഇതിൽ എന്ത് ബീറ്റ ടേം ആഡ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന എ പ്രൈം വി ഈസ് ലെസ് ദാൻ എ വി. സോ ചുരുക്കി പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ സാധനം എ പ്രൈം വി ആണല്ലോ അല്ലേ? ഒരു ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് ഗെയിൻ എന്ന് പറഞ്ഞ സാധനം എ പ്രൈം വി ആണ്. ഈ സാധനം എന്തായാലും കുറവായിരിക്കും. സോ അങ്ങനെ കുറവായതുകൊണ്ടാണ് വി കോൾ ദിസ് ദ ഗെയിൻ ഈസ് ലെസ് ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. പക്ഷേ ദ സ്റ്റെബിലിറ്റി ഈസ് വെരി എക്സലൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നത്. ആ സ്റ്റെബിലിറ്റി ഫാക്ടർ ഗെയിൻ കുറവാണെങ്കിലും സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് ഗുഡ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിനെ ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നത്. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്കിലേക്ക് വരിക. ഇനി വെരി സ്റ്റേബിൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ 1 ഡിവൈസ് പാരാമീറ്റേഴ്സ്, 2 സപ്ലൈ വോൾട്ടേജ് ആൻഡ് ഏജിങ് ഓഫ് സർക്യൂട്ട്. സോ ഡിവൈസിന് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞു, ടെമ്പറേച്ചറിൻ്റെ ഇതൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് നമുക്ക് സ്റ്റെബിലിറ്റി വേണ്ടത്, ആംപ്ലിഫയറിന് സ്റ്റെബിലിറ്റി വേണ്ടത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഞാനൊരു പാട്ടൊക്കെ പാടി നിങ്ങൾക്ക് കേൾപ്പിച്ചായിരുന്നു. ചില ആംപ്ലിഫയർ അതേപോലെ തന്നെയാണ് തരുന്നതെന്നൊക്കെ പറയാൻ വേണ്ടി. ബിക്കോസ് ഐ എം പ്രൂവിങ് ദാറ്റ് ദ ആംപ്ലിഫയർ ഈസ് സ്റ്റേബിൾ. ഓക്കെ, സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിവൈസ് പാരാമീറ്റേഴ്സും സപ്ലൈ വോൾട്ടേജും ഏജിങ് ഓഫ് ദ സർക്യൂട്ട്, അതായത് ഡിവൈസ് പാരാമീറ്റേഴ്സ് ടെമ്പറേച്ചർ പോലുള്ള സാധനങ്ങൾ, സപ്ലൈ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന സോഴ്സ് ഡി സി വോൾട്ടേജ് 5 വോൾട്ടെങ്കിൽ 5 വോൾട്ട്, 12 വോൾട്ടെങ്കിൽ 12 വോൾട്ട്, ആ സാധനത്തിൻ്റെ ഫ്ലക്ച്വേഷൻസ്. അതുപോലെ ഏജിങ് ഓഫ് ദ സർക്യൂട്ട്. ഒരു 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എന്തായാലും ജംഗ്ഷൻസ് ആണ്. സോ ഇതിനൊക്കെ വെയർ ആൻഡ് ടിയർ സംഭവിക്കാം. ഓക്കെ, കാരണം ജംഗ്ഷൻസ് ഹോട്ടാവും. സോ ഹോട്ടാവുമ്പോൾ കമ്പണൻറ്റിന് ചെറിയ രീതിയിലുള്ള എഫിഷ്യൻസി കുറയും. സോ അങ്ങനെയുള്ള ഏജിങ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക, ഈ ആംപ്ലിഫയറിൻ്റെ പെർഫോമൻസ് കുറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സിൻസ് ഇറ്റ് ഈസ് വെരി സ്റ്റേബിൾ, നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്ത് അതിനെ സ്റ്റേബിൾ ആക്കിയത് കൊണ്ട് ആംപ്ലിഫയറിന് ഇതൊന്നും അധികം ബാധിക്കില്ല. ഓക്കെ, സോ ഇതാണ് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഫീച്ചേഴ്സ്. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്കിലേക്ക് വരിക.
പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ ഗെയിൻ എന്ന് പറഞ്ഞ സാധനം എ പ്രൈം വി ഈസ് നിയർ ടു ഇൻഫിനിറ്റി. നിയർ ടു ഇൻഫിനിറ്റി ഗെയിൻ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വി കോൾ ഗെയിൻ ഈസ് നത്തിങ് ബട്ട് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. നിയർ ടു ഗെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദിസ് ടേം ഈസ് ഗോയിങ് ടു 0, റൈറ്റ്? അല്ലേ? ഡിനോമിനേറ്റർ 0 ആകുമ്പോഴാണല്ലോ ഈ സാധനം ഇൻഫിനിറ്റിയിലേക്ക് പോവുക, പണ്ടത്തെ മാത്തമാറ്റിക്സ് അല്ലേ? ഈ സാധനം 0ലേക്ക് പോകുമ്പോഴാണ്. അല്ലെങ്കിൽ അതായത് ഇൻപുട്ട് ബൈ ഗെയിൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാനൊന്നും കൂടി വരയ്ക്കാം. ഗെയിൻ എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ വി കോൾ ദിസ് ആസ് നോട്ട് എ വി. ഗെയിൻ എന്ന് പറഞ്ഞ സാധനം ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. സോ ഇൻപുട്ട് എന്ന് പറഞ്ഞ സാധനം 0 ആവുക എന്നുള്ള കണ്ടീഷൻ ആലോചിച്ച് നോക്കി, ദിസ് ഗെയിൻ വിൽ ബി ഇൻഫിനിറ്റീവ്. അതാണ് പോസിറ്റീവ് ഫീഡ്ബാക്കിൽ നമുക്ക് കിട്ടുന്നത്. അതായത് ഇൻപുട്ട് 0 ആണെങ്കിലും നിങ്ങൾക്ക് ഗെയിൻ സൂപ്പറായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻപുട്ടിലൊന്നും കൊടുത്തില്ലെങ്കിലും ഈ സാധനം വിൽ സ്റ്റാർട്ട് വർക്കിംഗ്. പക്ഷേ റിയൽ ലൈഫ് സിനാരിയോയിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാതെ ഇത് വർക്ക് ചെയ്യില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, അതായത് ഒരു സാധനം കൊണ്ട് ടേബിളിന് മേലെ വയ്ക്കുക, ഓട്ടോമാറ്റിക്കലി അവൻ വർക്ക് ചെയ്ത് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയാം, ലൈക്ക് എനർജി റെവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെ ഒരു സാധനം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ചുമ്മാ ഒരു സാധനം ഫ്രീ എനർജി ഈസ് ഫ്രീ. നിങ്ങൾ എവിടെയും സ്വിച്ച് ഓൺ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കി അതിടത്തിൽ അവിടെ കൊണ്ട് വെച്ചാൽ കുറേ നേരം കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. കുറേ നേരമൊന്നും കഴിയേണ്ട, നിങ്ങൾ ഉണ്ടാക്കി അവസാനത്തെ കമ്പണൻറ്റ് വെച്ച് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് വർക്ക് ചെയ്യാൻ തുടങ്ങി, നിൽക്കുകയില്ല. ഇറ്റ് വിൽ നോട്ട് സ്റ്റോപ്പ് ബിക്കോസ് ഗെയിൻ ഈസ് ഇൻഫിനിറ്റി. നിങ്ങൾ ഇൻപുട്ടൊന്നും കൊടുക്കണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻഫിനിറ്റി ആണ്. സി ഗെയിൻ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട്, അങ്ങനെ കിട്ടും. സോ ഗെയിൻ ഈസ് ഇൻഫിനിറ്റി, സോ ഔട്ട്പുട്ട് ഈസ് ഇൻഫിനിറ്റി. ഒരിക്കലും നിൽക്കില്ല. ഒരിക്കലും നിൽക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുക? സോ ദിസ് ഈസ് ഹൗ വി ലിങ്ക് ദ സിസ്റ്റം. വി കോൾ ദിസ് ആസ് ഓസിലേറ്റർ അല്ലേ? ഓസിലേഷൻസ് ആർ നത്തിങ് ബട്ട് പീരിയോഡിക്കലി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സിഗ്നലിനെയാണ് നമ്മൾ ഓസിലേഷൻ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഓസിലേഷൻ നമ്മൾ പറയാം. ഓസിലേഷൻ ഇസ് ദി ഫാനിൻ്റെ ഓസിലേഷൻ. സോ സംതിങ് വിച്ച് റിപ്പീറ്റ്സ് അഗൈൻ ആൻഡ് അഗൈൻ പീരിയോഡിക്കലി വിത്തൗട്ട് ലോസ്, അതിനാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുക. സോ ഓസിലേറ്ററിന് വേണ്ട സാധനം എന്താ? എക്സാക്ട്ലി ദ സെയിം പോസിറ്റീവ് ഫീഡ്ബാക്കാണ് ഓസിലേറ്ററിന് വേണ്ടത് അല്ലേ? കാരണം ഒന്നും കൊടുക്കാതെ ഗെയിൻ ഹൈ ആയിട്ട് അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഗെയിൻ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ആ സിഗ്നൽ താന്ന് വരും. അതായത് ഞാൻ നേരത്തെ വരച്ചിരുന്നു, ഇതാ ഇങ്ങനെ വരും. ഓക്കെ, ഗെയിൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ സാധനം ഒരിക്കലും താഴില്ല. കാരണം എന്താ? ഇതിങ്ങനെ സിസ്റ്റത്തിന് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദി സിസ്റ്റംസ് ലൈക്ക് ഇൻപുട്ടിൽ എന്താ കൊടുക്കുന്നതെന്ന് ഒന്നും അറിയിടാണ്ട്, ബിക്കോസ് നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് ഗെയിനാണ് കിട്ടുന്നത്. ക്ലിയർ? ഇനി ഇങ്ങനൊരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സാധനം അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്. പക്ഷേ നോർമൽ ഫിസിക്കൽ ലൈഫിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. വി നീഡ് ടു ഗീവ് ഇൻപുട്ട്. ഓക്കെ, കാരണം എന്താ? എല്ലാ കമ്പണൻസിനും അതിൻ്റേതായ നോയ്സ് ഉണ്ട്. ഓക്കെ, ഐഡിയൽ കേസ് എന്ന് പറഞ്ഞ സിസ്റ്റം ഇല്ല. സോ ആ നോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇൻഫൈനൈറ്റ് ഗെയിനിലേക്ക് എത്തിക്കാൻ കഴിയില്ല. നമുക്ക് പ്രൂവ് ചെയ്യാം, മാത്സ് വഴി പ്രൂവ് ചെയ്യാം, ബട്ട് പ്രാക്ടിക്കൽ കേസിൽ അത് ഒരിക്കലും പറ്റില്ല. ഓക്കെ, സോ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധനത്തിന് നമ്മൾ എനിവേ അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഓസിലേറ്ററിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം. ഓക്കെ, ഇനി ക്വിക്കായിട്ട് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഞാനത് വായിച്ചു പോകാം. ഇതാണ്, പിന്നെ കുറേ ഫാക്റ്റാണ്, അത്രയേ ഉള്ളൂ. സോ സ്റ്റെബിലിറ്റി, ഹൈ ബാൻഡ് വിഡ്ത്ത്, ലെസ് ഡിസ്റ്റോർഷൻ, നോയ്സ് കുറവായിരിക്കും. പിന്നെ ഫ്രീക്വൻസി ഷിഫ്റ്റ് കുറവായിരിക്കും. പിന്നെ ഫേസ് ഡിഫറൻസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഫേസ് നോയ്സ് കുറവായിരിക്കും. പിന്നെ സോ ഇത്രയും കാര്യങ്ങളാണ് ജനറലി നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കിനെ കുറിച്ച് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ വളരെ സ്റ്റേബിൾ ആവാൻ വേണ്ടിയുള്ള എല്ലാ ഫീച്ചേഴ്സും നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഗുണം. അതായത് സ്റ്റെബിലിറ്റി കൂടുതലാണ്, ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്, വെച്ചാൽ കൂടുതൽ ഫ്രീക്വൻസിനെ ഉൾക്കൊള്ളിക്കാൻ കഴിയും. പിന്നെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും ഉള്ള നോയ്സ് വളരെ കുറവാണ്. സിസ്റ്റത്തിൻ്റെ നോയ്സ് ടോട്ടലി കുറവാണ്. സോ അതുകൊണ്ട് സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്. സോ വി യൂസ് ദിസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഫോർ ആംപ്ലിഫയർ സിസ്റ്റം. ഓക്കെ, ഓൺലി ഡിമെറിറ്റ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗെയിനാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഗെയിനിന് നമുക്ക് സിസ്റ്റത്തിൻ്റെ മൊത്തം പാരാമീറ്റേഴ്സ് കൂട്ടിക്കൊണ്ട് ഗെയിനിനെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയും. പക്ഷേ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ സാധനം യു ക്യാൻ അച്ചീവ് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആംപ്ലിഫയേഴ്സിലേക്ക് കിടക്കാം. So thank you, enjoy the day, bye.